Good morning, all. Good morning. Good morning. Good morning, all. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് അഭിരാം സാറാണ്. സാറ് ഇടയ്ക്ക് ക്ലാസ് എടുക്കാറുള്ളതാണ്. സാറ് ഇൻഷുറൻസ് ബ്രോക്കറാണ്, ഡിസൈനറാണ് ആൻഡ് ട്രെയിനറാണ്. സാറിനെ വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യാം സർ. Okay. Good morning. Clear ആണല്ലോ സൗണ്ട്? ക്ലിയർ ആണ് സർ. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അഭിരാമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മണി ബാരിയേഴ്സ് ഇൻ അവർ ലൈഫ്. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മണി ബ്ലോക്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ്. എന്തുകൊണ്ട് നമുക്ക് പലർക്കും സമ്പാദിക്കാനായിട്ട് പറ്റുന്നില്ല പണം കൂടുതൽ. നമുക്ക് നോക്കിയാൽ അറിയാം, കുറെ പേര് സമ്പന്നര് കാണും, കുറെ പേര് സമ്പാദിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ലോകത്തില് 90% സമ്പത്തും കൈകാര്യം ചെയ്യുന്നത് 10% ആളുകളാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ബാക്കി വരുന്ന 10% സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് 90% ആൾക്കാരാണെന്ന് കേട്ടിട്ടുണ്ട്. സ്ഥിരം കേട്ടിട്ടുള്ള പലയിടത്തും പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത്, ഇപ്പൊ ലോകത്തില് 10% ആൾക്കാരാണ് 90% സമ്പത്ത്, ലോകത്തിന്റെ 90% സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് എന്നറിയാമോ? ഇപ്പം അവർക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയത്, ഇപ്പം എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണോ, ബുദ്ധിയുള്ളത് കൊണ്ടാണോ, അതോ അവര് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ ഈ 10% ആൾക്കാർ? പറയാമോ? ഇതെല്ലാം ഉണ്ടാവും. They are using all these things. All the things that you said. അതില് ചെറിയ ഒരു പരിധി വരെ ശരിയാണ് മാഡം, പക്ഷെ അത് ചെറിയൊരു തിരുത്തുണ്ട്. സത്യം പറഞ്ഞാൽ ഈ അറിവും ബുദ്ധിയും കഠിനാധ്വാനം വിദ്യാഭ്യാസം ഇതുള്ള 90% ആൾക്കാരാണ് 10% കൈകാര്യം ചെയ്യുന്നത്. എന്നുവെച്ചാൽ മാഡം ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളെ ഈ ബാക്കി 10% ആൾക്കാർ, അല്ലെങ്കിൽ ഈ എംപ്ലോയീസ് ഇല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർക്കായിരിക്കും സത്യം പറഞ്ഞാൽ ഈ അറിവ് കഠിനാധ്വാനം വിദ്യാഭ്യാസം എല്ലാം കൂടുതൽ. അവരുടെ ഓണേഴ്സ്, കമ്പനി ഓണേഴ്സിനെ ഒന്ന് എടുത്തു നോക്കി നോക്കൂ, അവർക്ക് ഈ ജോലിക്കാരത്ര എക്സ്പീരിയൻസോ ഒരു വിദ്യാഭ്യാസമോ പോലും കാണത്തില്ലായിരിക്കും. ശരിയല്ലേ? അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ ടോപ്പ്, ഒരു കമ്പനിയുടെ ടോപ്പ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ MD, ആ കമ്പനിയുടെ ഓണർ, അവരൊക്കെയാണ് ഈ 10% ആൾക്കാർ ഉൾപ്പെടുന്ന ആൾക്കാർ. പക്ഷെ 90% സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന 10% ആൾക്കാരെന്ന് പറഞ്ഞാൽ 10% ഈ കമ്പനി ഓണേഴ്സ് ഒക്കെ ആയിരിക്കും. ബാക്കി 90% ആൾക്കാരെന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്, ഇവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവർക്ക് എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും, വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ കൂടുതലായിരിക്കും, അറിവ് കാണും, ബുദ്ധി കാണും, ടാലന്റ് കഴിവ് കൂടുതലായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഒരാളുടെ കീഴിൽ തന്നെ വർക്ക് ചെയ്ത് പോകുന്നത്? അപ്പോൾ ഈ ഇവര് തമ്മിലൊരു ഡിഫറൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം ലോകത്തിലെ 90% സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന 10%ത്തിന്റെ അവർക്കൊരു പ്രത്യേകതയുണ്ട്, മറ്റുള്ളവർക്കില്ലാത്ത. എന്താണെന്ന് അറിയാമോ? അവർക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് സമ്പന്നനാവണം എന്നൊരു മൈൻഡ് സെറ്റ് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. സമ്പന്നനാവണം എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ സമ്പന്നനാവാം എന്നൊരു തോട്ട് പ്രോസസ് അവരുടെ ഉള്ളിൽ നടക്കുന്നു. അവരും സ്ഥിരമായി ചിന്തിക്കുന്ന കാര്യമാണ്, ഓക്കെ, എങ്ങനെ ക്യാഷ് സമ്പാദിക്കാം, കൂടുതൽ പണം എങ്ങനെ സമ്പാദിക്കാം, അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. എനിക്ക് റിച്ച് ആവണം എന്ന് വെച്ചാൽ എന്നും എനിക്ക് റിച്ച് ആയിട്ട് നിലകൊള്ളണം എന്ന് ഉള്ള ചിന്ത അവരുടെ മനസ്സിൽ സ്ഥിരമായിട്ട് കിടപ്പുണ്ട്. അപ്പൊ ഇവരിങ്ങനെ സ്ഥിരമായിട്ടുള്ള ഇങ്ങനെ ഒരു ചിന്ത കൊണ്ടു നടക്കും. നമ്മുടെ ബ്രെയിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരു ചിന്ത റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തോട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും ബ്രെയിൻ. എന്ന് വെച്ചാൽ ന്യൂറൽ പാത്വേ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു ചിന്തന നടക്കുമ്പോൾ ബ്രെയിൻ അവിടെ ഒരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ബ്രെയിൻ തന്നെ അന്വേഷിച്ചു തുടങ്ങും ഇതിനൊക്കെ എന്തൊക്കെ ചെയ്യാം. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ ചിന്തിച്ച് പോകുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ പല വഴികൾ തെളിഞ്ഞു വരും. അപ്പൊ ബ്രെയിനായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരും
എങ്ങനെയൊക്കെ പണം സമ്പാദിക്കും, ഏതൊക്കെ റൂട്ടിലേക്ക് പോകുന്നു എന്ന രീതിയിൽ. അപ്പം ബ്രെയിൻ അതിനു വേണ്ടി വർക്ക് ചെയ്യും. കാരണം നമ്മൾ തോട്ട് പാറ്റേൺസ് എങ്ങനെയാണോ അതുപോലെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന വലിയ ടോപ്പിലിരിക്കുന്ന ഓണേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ 10% ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്നത് അവർക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം, അവർക്ക് ക്യാഷ് ഉണ്ടാക്കണം, സമ്പന്നരാവണം എന്നൊരു ചിന്തയാണ് അവർക്ക് മെയിനായിട്ട് വരുന്നത്. നമ്മളെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ അങ്ങനെയാണ് ബ്രെയിനിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് ക്യാഷ് വേണം, നമുക്ക് സമ്പന്നനാവണമെന്ന് സ്ഥിരമായി ചിന്തിച്ച് കഴിയുമ്പോൾ ബ്രെയിൻ അതിനായിട്ടുള്ള വഴികൾ മുന്നിലേക്ക് കൊണ്ടുവരും. അപ്പം അത് നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ആ രീതിയിലേക്ക് തന്നെ പോകുന്നതാണ്. ഇപ്പം ഈ ഒരു ധനികൻ അല്ലെങ്കിൽ സമ്പന്നരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവര് ഒരു ദിവസം തുടങ്ങി ആ ദിവസം അവസാനിക്കുന്നത് വരെ അവർക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നൊരു ചിന്തയാണ്. നമുക്ക് നോക്കിയത് ഇപ്പം ക്യാഷ് ഉണ്ടാക്കുന്ന എല്ലാ ആൾക്കാരും അവരുടെ മൈൻഡിൽ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം, ആ ദിവസം ഏതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ പൈസ ഇരട്ടിപ്പിക്കാം. ഈ ദരിദ്രത എന്ന് പറയുന്നത് അവര് ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല ധനത്തെക്കുറിച്ച്. പക്ഷെ ദരിദ്രം എന്ന് പറഞ്ഞത് 85% അവരുടെ ദാരിദ്ര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളിപ്പം പൈസ ഇല്ലാത്ത ഒരാൾ, അയാൾ എപ്പോഴും കഷ്ടപ്പാടിനെ കുറിച്ചായിരിക്കും പറയുന്നത്. എനിക്ക് ഇത് ചെയ്യാൻ പൈസയില്ല, ലോൺ അടയ്ക്കാൻ പൈസയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാൻ പൈസയില്ല. അപ്പൊ അയാൾ കഷ്ടപ്പാടിനെ കുറിച്ച് അയാൾ 85% സംസാരിക്കുന്നത്. ബാക്കി 15% മാത്രമേ അയാൾ പണത്തെക്കുറിച്ച്, സമ്പന്നരാവലിനെ കുറിച്ച്, സമ്പാദ്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അതും ഒരു മെയിൻ പോയിന്റ് ആണ്. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്, നമ്മൾ അറിയാതെ തന്നെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ പാവപ്പെട്ടവർ അവർ കഷ്ടപ്പാടിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നു. അതുകൊണ്ട് കഷ്ടപ്പാടാണ് അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അവരറിയാതെ തന്നെ വന്നുകൊണ്ടിരിക്കും. കാരണം എപ്പോഴും കഷ്ടപ്പാടല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ തന്നെയാണ് അട്രാക്ട് ചെയ്യുന്നത്. മറിച്ച് ധനികരാണെങ്കിൽ അവര് 90% പണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പണത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും എങ്ങനെ സമ്പന്നനാവാം അതിനെക്കുറിച്ചാണ് 90% ചിന്തിക്കുന്നതും പറയുന്നത്. ബാക്കി 10% അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് പണം എങ്ങനെ സേവ് ചെയ്യാം, ഉള്ള പണം എങ്ങനെ ഇരട്ടിപ്പിക്കാം, തങ്ങളുടെ കയ്യിലുള്ള പണം എങ്ങനെ ഇരട്ടിപ്പിക്കാം എന്നതാണ് അവരുടെ ബാക്കി 10% ചേർന്നത്. അപ്പൊ ഈ 100% പൈസയെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഓരോ രീതിയിലും 100% പൈസയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവരിലേക്ക് പണം വന്നുകൊണ്ടിരിക്കും. ബാക്കി പാവപ്പെട്ടവൻ എപ്പോഴും കഷ്ടപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ കഷ്ടപ്പാടാണ് അവന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു അവസ്ഥ, ഈ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് കുട്ടിക്കാലം മുതലേ നമ്മളെ കുറെ പേര് പഠിപ്പിച്ചിട്ടുണ്ട്. സൊസൈറ്റി അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ജോലിക്ക് കയറി ആ ശമ്പളം വാങ്ങിച്ച് അത് വച്ച് ജീവിക്കുക, ലോൺ എടുക്കുക, കൂടുതൽ പണം സമ്പാദിക്കുന്നത് തെറ്റാണ്, പക്ഷെ ഭയങ്കരമായ പണം സമ്പാദിക്കരുത്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് നമ്മുടെ പാരന്റ്സ് മറ്റുള്ളവർ ഈ പണം സമ്പാദിക്കുന്നത്, പണത്തെക്കുറിച്ച് പറയുന്നത്, പണം കൈകാര്യം ചെയ്യുന്നത് ഇതൊക്കെ കണ്ടു വളർന്ന ആൾക്കാർ. അപ്പൊ മറ്റുള്ളവർ നല്ല രീതിയിൽ പറയും, മോശമായിട്ട് പറയും, ഇതെല്ലാം കണ്ടും കേട്ടൊക്കെ നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ വളർന്നു വന്ന ആൾക്കാരാണ്. അപ്പം ആ രീതിയിൽ വളർന്നു വന്നതുകൊണ്ട് തന്നെ നമ്മൾ 80% മൈൻഡ് സെറ്റ് ആ രീതിയിലായിരുന്നു. ഇപ്പൊ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നില്ല, പൈസ നമ്മുടെ കയ്യിൽ ഇല്ല, നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നില്ല, നമ്മളെ സമ്പാദ്യം തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ 80% മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിലെ വളർന്നു വന്ന ആ രീതിയിൽ നമ്മൾ ഈ പറയും പോലെ തെറ്റായ കുറെ കാര്യങ്ങളാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് മനസ്സിൽ. അത് കാരണം ഒരു ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ നമ്മൾ നടക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഈ കൊച്ചില് തുടങ്ങി കുട്ടിക്കാലം മുതൽക്കേ അഡൽട്ട് വരെ എത്തുന്ന സമയത്ത് നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മുടെ ഒരു 80% മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മൈൻഡ് സെറ്റ് വച്ചിട്ട് ഉള്ള ഒരു ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ആണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു അറിവ് വെച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോ സമ്പാദിക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ 80% മൈൻഡ് സെറ്റ് ഇതെന്ന് പറഞ്ഞാൽ തെറ്റായതാണ്, ഒരു നെഗറ്റീവ് ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റ് ആണ് നമ്മളെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് സമ്പാദിക്കാൻ കഴിയാത്തത്. അപ്പൊ ഈ നെഗറ്റീവ് ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റ് കാരണമുള്ള ഒരു ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ആണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതില് മെയിൻ സൊല്യൂഷൻസ് ഉണ്ട് ഹെട്രോ സജഷൻസ് ആണ്. ഹെട്രോ സജഷൻസ് എന്ന് പറഞ്ഞാൽ പണത്തിനെ സമ്പത്തിനെ കുറിച്ച്
ശരിയായ കാര്യങ്ങൾ ഇനി തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങും. എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇനി നമുക്ക് ഈ യൂട്യൂബിലൊക്കെ ഓഡിയോസ് ഒക്കെ ലഭ്യമാണ്. മണി അഫർമേഷൻസ് എന്നൊക്കെ പറയും. പണത്തിനെ കുറിച്ച്, പണം സമ്പാദിക്കുന്നതിനെ കുറിച്ച്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പണം നമുക്ക് എല്ലാവർക്കും സമ്പാദിക്കാനായിട്ട് പറ്റും. പരിധികളില്ലാതെ സമ്പാദിക്കാനായിട്ട് പറ്റും പണം. അപ്പൊ പണത്തിനെ കുറിച്ചുള്ള ശരിയായ അറിവുകൾ, പണത്തിനെ എങ്ങനെ ഇരട്ടിപ്പിക്കാം, നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണത്തിനെ എങ്ങനെ കോമ്പൗണ്ടിങ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് അഫർമേഷൻസ്, അതെല്ലാം സ്ഥിരമായിട്ട് കേൾക്കണം. ഡെയിലി നമ്മൾ കേട്ടോണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിലെ മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഫീൽ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇനി തൊട്ട് ഡെയിലി ഈ ക്യാഷിനെ കുറിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ്, ഈ എങ്ങനെ ഇരട്ടിപ്പിക്കാം എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി നമ്മൾ കേട്ടോണ്ടെന്ന് നമ്മൾ മൈൻഡ് സെറ്റ് ഇനിയും മാറും. അപ്പൊ നമ്മളെ മൈൻഡ് സെറ്റ് സ്ഥിരമായിട്ട് ഒരു 6 മാസമൊക്കെ, അല്ലെങ്കിൽ ഒരു 6 മാസം 3 മാസം സ്ഥിരമായിട്ട് ഈ പൈസയെ പറ്റി ശരിയായ അറിവുകൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ആ രീതിയിൽ നമ്മളെ മൈൻഡ് സെറ്റ് മാറും. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് സമ്പാദിക്കാനുള്ള ഒരു അറിവും ആ ഒരു മൈൻഡ് സെറ്റും ഒക്കെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അപ്പൊ മൈൻഡ് സെറ്റ് മാത്രം പോരാ, ആക്ഷനും വേണം. എന്ന് വെച്ചാൽ മൈൻഡ് സെറ്റും വേണം, കൂടെ നമ്മൾ അതിനായിട്ടുള്ള ആക്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് മുന്നോട്ട്. അപ്പം ഇങ്ങനെ നമ്മൾ അക്രോസകേഷൻസ് എന്ന് വെച്ചാൽ ആ പണത്തിനെ കുറിച്ചുള്ള ശരിയായ അറിവുകൾ, അതിനെ എങ്ങനെ ഇരട്ടിപ്പിക്കാം എന്നുള്ള കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് ഇത് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം, ഇതെല്ലാം നമ്മളിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ വരും. അപ്പൊ ഈ അറിവ് വെച്ചിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ നമ്മളെ ജീവിതത്തിൽ വരും. പിന്നെ നമ്മൾ ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരു മെയിൻ പ്രശ്നം, ഒരു മെയിൻ ബ്ലോക്ക് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇത്രയും ക്യാഷ് മതി, എനിക്ക് കൂടുതലൊന്നും സമ്പാദിക്കണ്ട. നമ്മൾ പണ്ട് പറയല്ലോ, ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിച്ചാൽ മതി എന്ന്. സത്യം പറഞ്ഞാൽ അത് ശരിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണി ബ്ലോക്ക് എന്ന് പറയും. നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് കുറച്ച് കാശ് മതി, ആവശ്യത്തിന് ജീവിക്കാനുള്ള കാശ് മതി, അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മനസ്സിലെ മെയിൻ മണി ബ്ലോക്ക്. കാരണം ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തോട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ സമ്പാദിക്കാൻ തോന്നത്തില്ല. ആവശ്യത്തിന് പണം മാത്രം മതി എന്ന് പറയുന്നത് സ്വാർത്ഥരാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള പണം മാത്രം മതി എന്ന് പറയുന്നത് സ്വാർത്ഥരാണ്. സ്വാർത്ഥരായ ആൾക്കാരാണ് അങ്ങനെ പറയുന്നത്. പണം സമ്പാദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയാണ്. പണം സമ്പാദിക്കുന്നത് ഏറ്റവും വലിയ നന്മയാണ്. അതൊരിക്കലും മോശമായ കാര്യമല്ല. സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നന്മയാണ്. കാരണം നന്മയുള്ള മനുഷ്യന് ആവശ്യത്തിനുള്ള പണം മതിയാകില്ല എന്നാണ്. ഒരാളുടെ മനസ്സിൽ നന്മ ഉണ്ടെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ള പണം മതിയാവില്ല. പരിധികളില്ലാതെ അയാൾക്ക് സമ്പാദ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ നന്മ അയാൾക്ക് അതിലൂടെ പുറത്തേക്ക് വെളിവാകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ പറയുന്നത് പണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണെന്നാണ് പറയുന്നത്. അപ്പൊ കൂടുതൽ പണം നമ്മളെ കയ്യിൽ വരുമ്പം ആ ലക്ഷ്മി ദേവി കൂടുതൽ വരണമെന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നോക്കിയാൽ ഇപ്പം ക്രിസ്ത്യൻസിലാണെങ്കിലും പറയുന്നുണ്ട് പണം ദാനം ചെയ്യുന്നത്, അത് നല്ല രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് പണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും പണം വരുന്നത് അനുഗ്രഹമാണ് എന്നാണ് പറയുന്നത്. എത്ര കൂടുതൽ പണം വരുന്നു അത്രയും അനുഗ്രഹം നമുക്ക് കൂടുതൽ കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പരിധികളില്ലാത്ത പണം സമ്പാദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും നന്മയുള്ളവർ കുറച്ച് പൈസയെ കാണത്തുള്ളൂ, കുറച്ചേ സമ്പാദിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ മണി ബ്ലോക്ക് എന്ന് പറയുന്നത്. ആവശ്യത്തിന് പൈസ മാത്രം മതി, ഉള്ളത് കൊണ്ട് കിട്ടുക, നന്മയുള്ളവർ ആ കാശ് ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ തെറ്റായ ധാരണയാണ്. ഇത് മെയിനായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റാനുള്ള ഇങ്ങനെയുള്ള തെറ്റായ ധാരണകളാണ്. കാരണം പണം സമ്പാദിക്കുന്നത് നന്മയുള്ള പ്രവൃത്തിയാണ്. അത് ഈ പറയും പോലെ നമുക്ക് അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം, എത്രത്തോളം പണം കൂടുന്നു അത്രത്തോളം അനുഗ്രഹം കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. അടുത്തു വരുന്നത് നമ്മള് പൈസ നമ്മളിലേക്ക് കൂടുതൽ വരാനായിട്ടുള്ള ഒരു രണ്ട് മെത്തേഡ്സ് പറയാം. രണ്ടെണ്ണം ഒന്ന് ഫോളോ ചെയ്താൽ മതിയോ? രണ്ടെണ്ണം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഐഡിയ. നമുക്കൊരു ഐഡിയ വേണം പൈസ നമ്മളെ വരുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ. അപ്പൊ അതിൽ വരുന്നത് അഫർമേഷൻസ്, ഓട്ടോ സജഷൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളിലേക്ക് കാശ് വരണം. ആ അഫർമേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഡെയിലി പറയുന്നത്, സ്വയം പറയുന്നത് ഐ വിൽ ഏൺ ദിസ് മച്ച് എന്നൊക്കെ പറഞ്ഞു. ഈ അഫർമേഷൻ പറയുമ്പം ഉള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് പലരും എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണ് മനസ്സിൽ ഇങ്ങനെ പറയുന്നത്. എന്ന് വെച്ചാൽ എനിക്കിപ്പോ 1 കോടി കിട്ടി,
എനിക്ക് ഇത്ര രൂപ കിട്ടി എന്നാണ് മനസ്സിൽ പറഞ്ഞത്. പക്ഷെ അത് ഒരു തെറ്റായ രീതിയാണ്. കാരണം നമ്മളിപ്പം നമ്മളെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം കിട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ഒരു അശരീരി പോലെ വരും. അത് നമ്മളെ കയ്യിൽ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ പറയും എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പം ഇത്ര രൂപ എനിക്ക് 10 ലക്ഷം രൂപ കിട്ടി, 10 ലക്ഷം രൂപ കിട്ടി, ഐ ഏൺ 10 ലാക്സ്, ഐ ഏൺ 10 ലാക്സ് എന്ന് പറയുമ്പോൾ മനസ്സിൽ നിന്ന് തന്നെ വരും ചിലപ്പോൾ നമുക്ക് ഇത് തെറ്റല്ലേ, നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ അഫർമേഷൻസ് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഫ്യൂച്ചർ ടെൻസിലാണ് പറയേണ്ടതെന്ന് പറയും. എന്ന് വെച്ചാൽ ഐ വിൽ ഏൺ, ഞാൻ ഇനി ഏൺ ചെയ്യും, ഇത്ര രൂപ ഏൺ ചെയ്യും ഇത്ര മാസം കൊണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇത്ര മാസം കൊണ്ട് ഇത്ര രൂപ ഏൺ ചെയ്യും എന്ന് വെച്ചാൽ എത്ര മാസം കൊണ്ട്, ഒരു ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ എത്ര മാസം കൊണ്ട് എത്ര രൂപ എന്ന് പറഞ്ഞ ഒരു ആക്യുറേറ്റ് കണക്കിൽ പറയാം. അതാണ് അഫർമേഷൻസ് പറയുന്നത്. അടുത്തത് പറയുന്നത് വിഷ്വലൈസേഷൻ. നമ്മൾ മനസ്സിൽ ചിത്രീകരിക്കുക. നമ്മൾ ആ രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കിട്ടി എന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾ അഫർമേഷൻ ചെയ്യുമ്പോൾ ഇനി കിട്ടും എന്ന രീതി, എത്ര രൂപ എത്ര മാസം കൊണ്ട് നിങ്ങൾ നേടും എന്ന രീതിയിൽ അഫർമേഷൻ പറയുക. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ അവിടെ കിട്ടി എന്ന രീതിയിൽ. കാരണം നമ്മൾ അത് ബ്രെയിനിന് മെസ്സേജ് കൊടുക്കുകയാണ്, നമ്മൾ എന്താണ് ആയിത്തീരുന്നത് എന്ന മെസ്സേജ് ബ്രെയിനിന് കൊടുക്കുന്നതാണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടി എന്ന രീതിയിൽ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുക. അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക. ഇനി ഇതില് അതിനായിട്ടുള്ള ഒരു 5 മെത്തേഡ്സ്, പൈസ നമ്മളിലേക്ക് അട്രാക്റ്റ് ആയി വരാനുള്ള ഒരു 5 മെത്തേഡ്സ് ബാക്കിയുള്ളവർ ചെയ്യുന്നത്, അതിനെ കുറിച്ച് സംസാരിക്കണം. അതിന് ആദ്യം പറയുന്നത് റിസീവ് മണി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നന്ദിയോടെ വേണം പണം സ്വീകരിക്കുക എന്നുള്ളത്. പണം സ്വീകരിക്കുമ്പോൾ നന്ദിയോടെ സ്വീകരിക്കുക. അതിപ്പോ നമ്മൾ ഓൺലൈൻ വഴി ആയാലും മണി ട്രാൻസ്ഫറിങ് വഴി ആയാലും എല്ലാം നമുക്ക് പണം കിട്ടുമ്പോൾ നമ്മളിപ്പോൾ ഒരു നന്ദി പറയുക ഈ പണം കിട്ടിയതിന്. കാരണം നമുക്ക് ഈ മാർവാടികളുടെ കാര്യം എടുത്ത് നോക്കിയാൽ അവരെന്ന് രാവിലെ ഏച്ചി പണത്തെ പൂജിക്കാറുണ്ട്. ഇപ്പൊ പലരും കളിയാക്കാറുണ്ട് അവരെ പൂജിക്കുന്നത്. പക്ഷെ അവരത് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് വീണ്ടും വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് പണം വരുന്നത്. കാരണം അവര് അതിനെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്, പണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു, അതിൽ കൂടുതൽ നന്ദിയുള്ളവരായിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ആ പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ പണം അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അറബികൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പൈസ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പൈസ സ്വീകരിക്കുന്നത്. എന്ത് കാര്യത്തിൽ പൈസ സ്വീകരിക്കുമ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും കൂടുതൽ പണം അവരിലേക്ക് വരട്ടെ എന്നൊരു ചിന്തയിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമ്മളും പൈസ സ്വീകരിക്കുമ്പോൾ നന്ദിയോടെ, ഗ്രാറ്റിറ്റ്യൂഡോടെ ആ പണം സ്വീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പണം സൂക്ഷിക്കുന്നതിന് മാത്രം ഒരു അറ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. നമ്മൾ ഈ പൈസ അല്ലെങ്കിൽ പണം ഈ അലക്ഷ്യമായിട്ട് മേശമേലൊക്കെ ചിലരുണ്ടാവും, മേശമേല് അലക്ഷ്യമായിട്ടൊക്കെ ഇട്ടിട്ട് പോകാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പൊ നിങ്ങൾക്ക് ഈ പൈസ വയ്ക്കാനായിട്ടൊരു ഇടം വേണം. കാരണം നമ്മൾ ഈ ദൈവമായിട്ടാണല്ലോ പണത്തിന്റെ പറഞ്ഞത്, ലക്ഷ്മി ദേവിയായിട്ടൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ ഈ വെറുതെ അലക്ഷ്യമായിട്ട് ഇരുന്നത് നമ്മൾ അതിന് വില കൊടുക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പണത്തിന് റെസ്പെക്ട് കൊടുക്കണം. പണത്തിന് റെസ്പെക്റ്റോട് കൂടി അതിന് പ്രത്യേക ഒരു അറയിൽ വേണം സൂക്ഷിച്ചു വെക്കാനായിട്ട്. മൂന്നാമത് പറയുന്നത്, നമ്മൾ മറ്റൊരാൾക്ക് പണം കൊടുക്കുമ്പോൾ എൻ്റെ വരുമാന മാർഗത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പണം വരണമെങ്കിൽ മറ്റുള്ളവരുടെ വരുമാന മാർഗത്തിൽ അവരാഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പണം കൊടുക്കണം എന്നൊരു ചിന്തയോടെ വേണം മറ്റുള്ളവർക്ക് പണം കൊടുക്കാൻ. ഒരിക്കലും ചിലർ പറയും ഈ പണം ചെലവാക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്, ചിലർ സങ്കടത്തോടെ ആയിരിക്കും പൈസ മറ്റുള്ളവർക്ക് കൊടുക്കും, കാരണം പൈസ പോകുമല്ലോ. അത് പാടില്ല. നമ്മളിപ്പോ നമ്മളെ വരുമാന മാർഗത്തിൽ പൈസ വരണമെങ്കിൽ മറ്റുള്ളവരുടെ വരുമാന മാർഗത്തിൽ നമ്മൾ പൈസ കൊടുക്കണം. അപ്പം അന്തസ്സായിട്ട് കൊടുക്കാനുള്ള കൊടുത്ത് തന്നെ പോകണം മുന്നോട്ട്. ഒരിക്കലും ഈ ബാർഗെയിനിങ് ഒന്നും നടത്തല്ല. ഇപ്പം ചില കാര്യങ്ങളിലും മറ്റുള്ളവർ കൂടുതൽ പണം ചോദിക്കും. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വേണമെന്ന് അവകാശപ്പെടുന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ 1-2 നെഗോഷിയേഷൻ നടത്താം. കാരണം അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം, ഇത്രയും ഇല്ല, നമ്മളെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇത്രയും ഇതിന്റെ ആവശ്യമേ ഉള്ളൂ എന്ന രീതിയിൽ. പക്ഷെ മറ്റുള്ളവർ അനാവശ്യമായിട്ട് പണം ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കണ്ട, അത് നമ്മൾ കൊടുക്കണം. കാരണം അത് നെഗോഷ്യബിൾ അല്ല. അപ്പം ഒരിക്കലും ബാർഗെയിനിങ് പാടില്ല. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, അത് പറ്റിയില്ലെങ്കിൽ അതിനെ വിടുക. പക്ഷെ ഈ ഒരു മൈൻഡ് സെറ്റോടെ വേണം പൈസ കൊടുക്കാനായിട്ട്. നമ്മളെ വരുമാന മാർഗത്തിൽ പണം വരണമെങ്കിൽ മറ്റുള്ളവരുടെ വരുമാന മാർഗത്തിൽ അവരറിയുന്ന രീതിയിൽ പണം കൊടുക്കണം. പിന്നെ പണം എണ്ണുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ പണം അവരിലേക്ക് വരുന്ന രീതിയിൽ എണ്ണണം എന്ന് പറയുന്നത്. വെച്ചാൽ ഇപ്പം നമ്മൾ അടുത്ത കയ്യിൽ പിടിച്ചിട്ട് ചിലർ ഇങ്ങനെയാണ് എണ്ണ, പുറത്തോട്ട് ഇങ്ങനെ പിടിച്ചിട്ട്. ഇപ്പം ചില സാധാരണക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ അടുത്ത കൈ പൈസ പിടിച്ചിട്ട് പുറത്തോട്ടുള്ളൂ. പക്ഷെ ധനികരെന്ന് പറയുന്നത് അവരിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ അകത്തോട്ടാണ് ഉള്ളത്, അവരുടെ നെഞ്ചിലേക്ക്, അതായത് ക്യാഷ് നമ്മുടെ നെഞ്ചിലേക്ക് വരുന്ന രീതിയിൽ ആണ് എണ്ണുന്നത് ധനികർ. അപ്പോൾ
പുറത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അത് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് പണത്തിന് വലിയ വില കൊടുക്കുന്നില്ല. അത് വരണമെങ്കിൽ വരട്ടെ, കുഴപ്പമില്ല. പക്ഷെ ധനികരെപ്പോഴും അവരെ നെഞ്ചോട് ചേർത്ത് നെഞ്ചിലേക്ക് വരുന്ന രീതിയിൽ പണം എന്ന്, കാരണം അങ്ങനെ വിചാരിക്കുമ്പോൾ അവർ വിശ്വാസം പണം ഇനിയും അവരിലേക്ക് വരും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവർ. പിന്നെ പണം കൊടുക്കുമ്പം നമ്മൾ ഈ ക്യാഷ് നോട്ട്സ് ഒക്കെ കൊടുക്കുമ്പം ഒരിക്കലും മടക്കിയോ ചുരുട്ടിയോ ഒന്നും കൊടുക്കരുത്. അതൊക്കെ ഒരു നെഗറ്റീവ് സൈഡാണ് പൈസ അങ്ങനെ കൊടുക്കുന്നത്. കാരണം ഈ ബാങ്കിൽ നിന്നൊക്കെ ATM നിന്നൊക്കെ നമ്മൾ ക്യാഷ് ഒക്കെ കണ്ടിട്ടുള്ളത് അത് നല്ല നിവർന്ന് ഇസ്തിരി ഇട്ട പോലെയാണ് പറഞ്ഞത്. നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ചിലപ്പോൾ ആ പൈസ ചെലവാക്കാൻ പോലും തോന്നത്തില്ല അങ്ങനത്തെ ക്യാഷ്. പക്ഷെ ചിലർ ചുരുട്ടിയൊക്കെ നമ്മളെ കയ്യിൽ നോട്ട് ചുരുട്ടി പിടിച്ചൊക്കെ തരുമ്പോൾ നമ്മൾ തന്നെ ഒരു മാതിരിയാവും, അയാളെ കുറിച്ച് തന്നെ ഒരു വലിയ മതിപ്പ് കാണത്തില്ല. ചിലർ മടക്കി, ഈ മിഡിൽ ക്ലാസ് പേഴ്സൺസ് ഒക്കെ പറയുന്നത് പൈസ മടക്കി വെച്ച് കൊടുക്കുന്നത്, അതൊന്നും പാടില്ല. പൈസ നമ്മൾ നിവർത്തി ഇസ്തിരി ഇട്ട രീതിയിൽ കൊടുക്കണം. അപ്പൊ മറ്റുള്ളവർക്ക് തിരിച്ചു തരാൻ തോന്നും എന്നുള്ളതാണ് പറയുന്നത്. അതിൽ അപ്പൊ ഇവിടെ പറയുന്നതെന്ന് പറയുന്നത് മണി എന്ന് പറഞ്ഞത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മണി ഈസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മണി ഈസ് എനർജി. മണി എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്. മീഡിയം ഓഫ് എക്സ്ചേഞ്ചിനേക്കാൾ ഉപരി ഒരു എനർജിയാണ്. അത് നമ്മുടെ ബിലീഫ്സിന്റെ റിഫ്ലക്ഷൻ, നമ്മുടെ വിശ്വാസങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ ആണ് മണി എന്ന് പറയുന്നത്. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ പണം പരിധികളില്ലാതെ സമ്പാദിക്കുന്നത്, കൂടുതൽ പണങ്ങൾ സമ്പാദിക്കുന്നത് ഇത് ശരിയാണോ തെറ്റാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ഒരുപാട് പണം സമ്പാദിക്കണം, അത് ശരിയാണോ തെറ്റാണോ? പണം സമ്പാദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കൂടുതൽ സമ്പാദിക്കുന്നത്, പരിധികളില്ലാതെ ഒരുപാട് പണം സമ്പാദിക്കും. പണം കൂടുതൽ സമ്പാദിച്ചാലും അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്കത് പല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കാശുണ്ടാവുമല്ലോ. അതെ അതെ, ഉറപ്പായിട്ടും. വെരി ഗുഡ്, അത് കറക്റ്റ് തന്നെയാണോ? ശരിയാണ് മാഡം പറഞ്ഞത്. ഈ പണം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് കത്തി പോലെയാണെന്ന് പറയും. നമ്മൾ യൂസ് ചെയ്യുന്ന കത്തിയില്ലേ, മലക്കറി എറിയാനും മറ്റൊക്കെ, അത് കത്തി പോലെയാണ്. കാരണം ഒരു പാചകക്കാരന്റെ കേസ് എടുക്കുക. ഒരു പാചകക്കാരന് ഒരു 100ഓളം അല്ലെങ്കിൽ 500ഓളം ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ 500ഓളം ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ആ കത്തി അയാൾക്ക് അത്രയധികം കൂടുതൽ ഉപയോഗിക്കണമല്ലോ. ഉപയോഗിച്ചാൽ അയാൾക്ക് ആ രീതിയിൽ നല്ല ശുദ്ധമായ ആഹാരം അവർക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അത്രയും ആ കത്തി ആ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കുറെ ആൾക്കാരുടെ പട്ടിണി മാറ്റാം, വയറ് മുടക്കാം, ഇല്ലേ? പക്ഷെ ഈ പണം ഒരു ഗുണ്ടയുടെ കയ്യിലാണ് പോണെങ്കിലോ, അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ ഇതുപോലെ അവരുടെ കയ്യിലാണ് ഈ കത്തി ഉള്ളതെങ്കിലോ, സെയിം ഇതാണ് പണത്തിന്റെ കേസിൽ. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ. നമ്മളിപ്പം ഈ പാചകക്കാരനെ പോലെ മറ്റുള്ളവരെ പട്ടിണി മാറ്റാനും മറ്റുള്ളവരെ വിശപ്പകറ്റാനും ആ രീതിയിൽ പണം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പരിധികളില്ലാതെ സമ്പാദിക്കാം. അത് നല്ല പണമാണ്. പക്ഷെ മറിച്ച് ഈ ഗുണ്ടകൾ ഉപയോഗിക്കുന്ന രീതിയിൽ പണം ഉപയോഗിക്കുകയാണെങ്കിൽ അത് പാടില്ല. അത് ആ രീതിയിൽ പാടില്ല. അപ്പോൾ ആ കത്തിയെ പോലെയാണ്, നമുക്ക് പരിധികളില്ലാതെ സമ്പാദിക്കാം നല്ല പണം. നല്ല പണം എന്ന് പറഞ്ഞത് ലക്ഷ്മി ദേവിയാണ്, അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അപ്പം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, ക്രിസ്തു ദേവന്റെ അനുഗ്രഹമാണ്. അതിനേക്കായിട്ടാണ് എല്ലാത്തിലും പണത്തെ പറയുന്നത്. അതാണ് നല്ല പണം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ധാരണ നമ്മൾ മാറ്റണം. കാരണം പലരും വിചാരിക്കുന്നത് കൂടുതൽ സമ്പാദിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് സമ്പാദിച്ചാൽ മതി, ആവശ്യത്തിനുള്ള മതി, അത് തെറ്റായ ധാരണയാണ്. നമുക്ക് പരിധികളില്ലാതെ സമ്പാദിക്കാം. നല്ല പണം പരിധികളില്ലാതെ സമ്പാദിക്കാം. കാരണം മണി ഈസ് എനർജി എന്ന് പറഞ്ഞു നേരത്തെ. പക്ഷെ നമുക്ക് പണം സമ്പാദിക്കണമെങ്കിൽ നമ്മുടെ എനർജി മണിയുടെ എനർജിയായിട്ട് അലൈൻ ചെയ്യണം. അലൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ പോസിറ്റീവ് എനർജി ആയിരിക്കും. നമുക്ക് എന്തും നേടാൻ സാധിക്കും, നമ്മളെ കൊണ്ടിത് സാധിക്കും, നമ്മൾ ഇത്രയും പണം നേടിയെടുക്കും എന്നൊരു ദൃഢനിശ്ചയം നമുക്ക് വേണം. ആ ദൃഢനിശ്ചയം ഉള്ളപ്പോഴാണ് നമ്മുടെ എനർജി ഹൈ ആയിരിക്കും. അപ്പൊ ഈ എനർജി മണിയുടെ എനർജിയായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പരിധികളില്ലാതെ. അപ്പൊ നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ ഈ ഇങ്ങനെയുള്ള മണി ബ്ലോക്സ്, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ഇത്രയും ക്യാഷ് മതി, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം, ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഇതൊക്കെയാണ് നമ്മുടെ മണി ബ്ലോക്സ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുന്നു. കഷ്ടപ്പാട് കാണും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ കഷ്ടപ്പാടിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അട്രാക്ട് ചെയ്യുന്നത്. ഈ സമ്പന്ന ധനികൻ എന്ന് പറയുന്നവര് കഷ്ടപ്പാടില്ല എന്നല്ല, അവർക്ക് കഷ്ടപ്പാടുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ അവർ ചിന്തിക്കുന്നത് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാമെന്നാണ്. അവർക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം, ക്യാഷ് എങ്ങനെ ഇരട്ടിപ്പിക്കാം, അവങ്ങളുടെ കയ്യിലുള്ള പൈസ എങ്ങനെ ഇരട്ടിപ്പിക്കാം
എന്നാണ് അവരുടെ സ്ഥിരമായ ചിന്ത. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ധനികരായിട്ട് പോകുന്നത്. മറ്റുള്ളവർ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും കഷ്ടപ്പാടിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള മണി ബ്ലോക്സ് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നുള്ളതാണ് ഒരു മെയിൻ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ചോദിക്കാവുന്ന കാര്യമാണ്, ഹൗ ഡു യു ഫീൽ അബൌട്ട് മണി? നമ്മൾ എങ്ങനെയാണ് പൈസയെ കാണുന്നത്? ഒരു പൈസയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് കടന്നു വരുന്നത്, അതിനെ കുറിച്ച് ചിന്തിക്കുക. ഹൗ ഡു യു ബിഹേവ് ടുവേർഡ്സ് മണി എന്ന് വെച്ചാൽ പൈസ നമ്മൾ എങ്ങനെ പ്രതികരിക്കും ഈ പൈസയുടെ ഉപയോഗം നമ്മൾ എങ്ങനെ ഉപയോഗിക്കും, നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് പൈസയെ കുറിച്ച്? കഷ്ടപ്പാടിനെ കുറിച്ചാണോ അതോ നമ്മൾ പൈസ കൂടുതൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? ഹൗ ഈസ് മണി ഫ്ലോയിങ് ഇൻ യുവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിലേക്ക് ക്യാഷ് എങ്ങനെ വരണം? ഇതൊക്കെയാണ് ധനികർ ചിന്തിക്കുന്നത്. ക്യാഷ് എങ്ങനെ വരണം, നമ്മൾ ഏത് രീതിയിലാണ് പൈസയെ കാണുന്നത്, ഇതാണ് അവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറഞ്ഞാലും ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക എല്ലാവരും നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പണം തന്നെയാണ്. എന്ന് വെച്ചാൽ പണം കാരണം നമുക്ക് സ്വപ്നം നേടിയെടുക്കാൻ പറ്റാത്തതിന്റെ വിഷമം. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് രക്ഷിക്കാനായിട്ട് പണം വേണമായിരിക്കും, അവരെ സഹായിക്കാൻ പണം. അപ്പം പണം ഇല്ലാത്തതിന്റെ വിഷമം. അപ്പം ചുരുക്കം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എത്ര തൃപ്തികരമെന്ന് പറഞ്ഞാലും പൈസയ്ക്ക് വേണ്ടി ആൾക്കാർ കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ളൊരു മികച്ച സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക, അതിനനുസരിച്ചുള്ള ആക്ഷൻസ് ചെയ്യുക. മൈൻഡ് സെറ്റ് പ്ലസ് ആക്ഷൻ ഇസ് ഈക്വൽ ടു മണി എന്ന് പറയും. ഒരു മണി മൈൻഡ് സെറ്റ്, ഈ പറഞ്ഞ മണി മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക, അതിനായിട്ടുള്ള ആക്ഷനുകൾ ചെയ്തു തുടങ്ങുക. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് തുടങ്ങുമ്പം ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ നമ്മളിലേക്ക് വരും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോളും. ഈ പണം എന്ന് പറഞ്ഞ പരിധികളില്ലാതെ നമ്മളിലേക്ക് വരും. നമ്മളും ഈ പറഞ്ഞ 10% ആൾക്കാർ 90% സമ്പത്ത് കൈകാര്യം ചെയ്യാൻ 10%-നകത്ത് നമ്മളും എത്തിച്ചേരും, ഉറപ്പായിട്ടും എത്തിച്ചേരും. അതുകൊണ്ട് അതാണ് എനിക്കിത് കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ ഇത്രയും നേരം എന്നെ കേട്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു. ഗുഡ് മോർണിംഗ്. പണം എന്ന് പറയുന്നത്, മണി എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് നോട്ട് ആൻ ഈവിൾ ഇൻ ഇറ്റ് സെൽഫ് എന്നുള്ളത് പറഞ്ഞു. അതായത് മണി ആവശ്യമാണ്, ജീവിക്കണേ മണി ഇല്ലാതെ പറ്റില്ലല്ലോ, സോ വേണം. പിന്നെ ഈ ബ്ലോക്സ് പൊതുവേ ജസ്റ്റ് ലൈക്ക് യു സാഡ് നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും വരുന്ന ഈ ചിന്തകളാണ്. എനിക്ക് ഇത്രയൊക്കെ മതി, ഉള്ളത് കൊണ്ടൊക്കെ സന്തോഷമായിട്ട് അങ്ങ് ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ ഒത്തിരി പലരെയും ചിന്തിക്കാറുണ്ടോ, ഒത്തിരി കാശുണ്ടായാൽ പിന്നെ അത് വലിയ പ്രശ്നമാണ്, അപ്പൊ അത് വേണ്ട, ആവശ്യത്തിനൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചു പോകാൻ ഒക്കെ മതി എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ പലപ്പോഴും ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ മാറ്റുന്നത് നല്ലതാണ്. മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒത്തിരി പവർഫുൾ ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം കാശ് വേണം, കാശ് ഉണ്ടാക്കാനായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ തേടണം. ആക്ഷൻ വേണം, മൈൻഡ് സെറ്റ് മാത്രം പോരാ, ആക്ഷൻ വേണമെന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻസും യു ഓൾസോ ടോക്ട് അബൌട്ട് ദാറ്റ്. പിന്നെ മണി ഹാസ് ടു വർക്ക് ഓൺ ഇറ്റ്സ് ഓൺ എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ ആ കാശ് നമ്മൾ മാത്രം കിടന്ന് കഷ്ടപ്പെടാതെ ആ കാശ് എങ്ങനെ വളർന്നു വരുമെന്നുള്ള മാർഗങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ആൻഡ് ഫോർ ഇറ്റ് ടു ഗ്രോ, ദ മണി ടു ഗ്രോ ഓൺ ഇറ്റ്സ് ഓൺ, അതിനുള്ള മാർഗങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നമുക്ക് നമ്മളിലേക്ക് മണി വരാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിസീവ് ഇറ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ദാറ്റ് ഈസ് വെരി ട്രൂ. നമ്മളത് നന്ദിയോടെ സ്വീകരിക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ കാശ് മുഴുവൻ നമ്മുടേത് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയൂടെ കൊടുക്കാനുള്ളതും മറ്റുള്ളവരെ സഹായിക്കാനുള്ളതും കൂടെ ആണെന്നുള്ള ഒരു ബോധ്യം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. കാരണം ഇത് നമുക്ക് വേണ്ടി ഇങ്ങനെ, ഇറ്റ്സ് നോട്ട് ഫോർ യു ടു ഹോൾഡ് ഇറ്റ്, നമുക്ക് വേണ്ടി കൂട്ടി 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 വെക്കാനുള്ള ഒരു സംഭവമല്ല. കിട്ടുന്ന കാശിൽ ഒരു നല്ല ശതമാനം നമ്മൾ ഒരു മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം പറയാറില്ലേ, ലോകത്തിലുള്ള സമ്പത്ത് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള ആവശ്യത്തിലധികം ഉണ്ട്. അപ്പൊ ഈ 10% ആൾക്കാരുടെ കയ്യിൽ മാത്രമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് അത് മറ്റുള്ള എത്രയോ പേരുണ്ട്, ഈ കോർപ്പറേറ്റ്സ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ഇത്രയും പേര് സഹായിക്കുന്നുണ്ട്. സോ കാശ് കൈ വരുമ്പം അത് നല്ല നന്മയുള്ള രീതിയിൽ
നമ്മുടെ ആവശ്യത്തിന് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ കൊടുക്കാനും മറ്റുള്ളവർക്ക് കൂടെ ഉള്ളതാണ് നമ്മുടെ കൈ കിട്ടിയേക്കുന്നത് എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ ഈ പോസിറ്റീവ് അഫർമേഷൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് ഓൾസോ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യം തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് ഗുഡ് ടു ഫോളോ. ഇല്ല 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 എന്നുള്ള ചിന്ത ഇല്ല, അല്ലാതെ നമുക്ക് ഉണ്ടെന്നുള്ള ആ ഒരു ചിന്ത, നമുക്ക് ആ ഒരു പോസിറ്റീവ് തോട്ടിലേക്ക് പോകുന്നത്, അതിനുവേണ്ടി തോട്ട് മാത്രമല്ല, ഡെഫിനറ്റ്ലി വർക്ക് ഓൺ ഇറ്റ്. അപ്പൊ ഇതൊക്കെ ഒരു നല്ലൊരു മെസ്സേജാണ്, ഒന്ന് ചിന്തിക്കാൻ പറ്റിയ ഒരു മെസ്സേജാണ് നല്ലത്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം, താങ്ക് യു. താങ്ക് യു അബ്രാം സർ. നല്ല സെഷൻ ആയിരുന്നു, നല്ല പ്രസന്റേഷൻ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് തന്നെയാണ്. അത് നമുക്കൊരു 10 രൂപയായാലും നമ്മൾ അത് കിട്ടുമ്പോൾ അതിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയില്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണത് തന്നെ നമ്മുടെ മണി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പലപ്പോഴും പലരും ഇങ്ങനെ പറയുമല്ലേ, പൈസ അല്ല വലിയ കാര്യം എന്നൊക്കെ പറയും. പക്ഷെ അത് ഇല്ലാത്തവർക്കായിരിക്കും അതിന്റെ വാല്യൂ ശരിക്കും അറിയുന്നത്. കഷ്ടപ്പെടുന്നവർക്കും കടങ്ങളുള്ളവർക്കും ആയിരിക്കും അതിന്റെ ആ ഒരു ഇത് ശരിക്കും അറിയാൻ പറ്റുന്നത്. അപ്പൊ മണി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ ഭൂമിയിൽ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മനസ്സമാധാനത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മണി എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ, ഇപ്പൊ നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞല്ലോ, നമ്മളൊരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ വല്ല കടയിലൊക്കെ എന്തെങ്കിലും സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് നമ്മൾ പൈസ കൊടുക്കുമ്പോ നമ്മ അത്രയും പൈസ ആയല്ലോ എന്ന് വിചാരിക്കും. ചിലപ്പോ ലാസ്റ്റ് ബില്ലൊക്കെ അടിച്ചു വരുമ്പോ ഇത്രയും പൈസ ചിലവായി, ഇങ്ങനെ ബില്ല് നോക്കിയിട്ട് ഇങ്ങനെ നെടുവീർപ്പിടുക. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ആ കൊടുത്ത പൈസക്കുള്ള ഒരു വേറെ സാധനം നമുക്ക് കിട്ടിയിങ്ങോട്ട് തിരിച്ച്. അപ്പൊ നമ്മൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അപ്പൊ അങ്ങനത്തെ ഒക്കെ മൈൻഡ് സെറ്റ് ആണ് വേണമെന്ന് പറയുന്നത്. പൈസ ഇങ്ങോട്ട് പോകുമ്പോ സാധനങ്ങൾ മേടിക്കുമ്പോ പകരം വേറെ കിട്ടുമല്ലോ, അപ്പൊ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയും. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രധാനം തന്നെയാണ് മണി മൈൻഡ് സെറ്റില്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സജിന മാം, താങ്ക് യു. എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക കേട്ടോ, ബാക്കിയുള്ളവരും. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയാ. ചെറിയ തിരക്ക് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. കോമളവല്ലി മാം. ഒരു കാര്യം ഓർക്കണം, നമ്മൾ എന്തില്ല എന്ന് പറയുന്നു അത് നമുക്കില്ലാതായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ഈ പോസിറ്റീവ് എനർജി ഉണ്ട്, ദിക്പാലകർ എന്ന് പറയാം. എനിക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ എനിക്ക് സൗന്ദര്യം ഒട്ടും ഇല്ല എന്ന് പറയുമ്പോൾ അവര് അപ്പൊ പറയും തഥാസ്തു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന്. അപ്പൊ നമുക്ക് അങ്ങനെയായി പോകും. അതേസമയത്ത് എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ടായി വരുവാണ്. അത് ചിന്തിക്കണം. അങ്ങനെ നമ്മള് എല്ലാ കാര്യങ്ങളും എനിക്ക് കടമാണെന്ന് പറഞ്ഞാൽ കടം കൂടിയേ വരികയുള്ളൂ. അതേസമയത്ത് എന്റെ കടയെല്ലാം തീർന്നു, എനിക്കിപ്പോ സമാധാനമാണ്, എനിക്ക് എല്ലാം കൊണ്ട് സംതൃപ്തിയാണ്, എനിക്ക് സന്തോഷമാണ് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെ നമുക്ക് വന്നുകൂടും എന്നാണ് എന്റെ അഭിപ്രായവും ഞാൻ കേട്ടിട്ടുള്ളതും. ശരി. താങ്ക് യു മാം. താങ്ക് യു മാം, കറക്റ്റ് ആണ്. നമുക്കപ്പോ വൈൻഡ് അപ്പ് ചെയ്യാലേ? ഇനി ആർക്കും Yeah, I think so. I think എല്ലാവരും Thank you, പറഞ്ഞു sir. കഴിഞ്ഞു തോന്നുന്നു. So thank you very much for a good message, something to think about എല്ലാവർക്കും. താങ്ക് യു ഓൾ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു. ഓക്കെ. Thank you, ma'am.
താങ്ക് യു താങ്ക് യു. സർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.